കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത്തി സനാ. എന്റെ പ്രിയമുള്ളവരെ, വഅലിന്റെ സദസ്സിലേക്ക് ഇൽമ പഠിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തന്ന ആയുസിൽ നിന്ന് അല്പം സമയം ചിലവഴിച്ചുകൊണ്ടങ്ങ് ദൂരെ നിന്ന് പോലും നടന്നു വന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ വഅലിന്റെ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങൾ ചവിട്ടിയ ഓരോ ചുവട്ടടിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ ചുവട്ടടിക്ക് പകരം അള്ളാഹു 1 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വഅലിന്റെ സദസ്സിലേക്ക് വന്നപ്പോൾ എത്രയോ കാല് ചവിട്ടിയിട്ടാണ് വന്നത്, എത്രയോ ചുവട്ടടി വെച്ചിട്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, റമദാനിന്റെ മഹത്വമതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹുവിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്, അല്ലാഹുവിനോട് സംസാരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. മൂസാ നബി എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ അല്ലാഹു മൂസാ നബിക്ക് സംസാരിക്കുവാനുള്ള അവസരം കൊടുക്കുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. അവസാനം സംസാരിച്ചിട്ട് പിരിയുന്ന സമയമുണ്ടല്ലോ, മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ അക്റംത അഹദും മിസ്ല മാ അക്റംതനീ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഞാനല്ലാതെ വേറൊരു പ്രവാചകനും നിന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ, ഞാനല്ലാതെ ഒരാളും ഇന്ന് വരെ നിന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. പടച്ചറപ്പേ, എന്നെക്കാളും മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ അല്ലാ? അല്ലാഹുവിനോട് സംസാരിച്ച മൂസാ നബി ചോദിക്കുകയാണ്, എന്നെക്കാളും മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ പടച്ചവനെ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, യാ മൂസാ, ഇന്നലി ഇബാദൻ ഉഖ്രിജുഹും ഫീ ആഖിരി സമാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു മൂസാ നബി അലൈഹിസ്സലാമിനോട്, അല്ലാഹു പറയുന്നു, മൂസാ, അവസാനം ഒരു സമുദായം കടന്നു വരാറുണ്ട്. അവര് നിന്നെക്കാളും മഹത്വമുള്ളവരാണ് മൂസാ. അല്ലാഹുവേ, മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവിനോട് നേരിട്ട് സംസാരിച്ച മൂസാ നബിയേക്കാൾ മഹത്വമുള്ളവരാണ് നമ്മളെന്ന് അല്ലാഹു അതാ മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, അതിന്റെ കാരണമെന്താണ് പടച്ചവനെ? വഇന്നീ കലിമത്തു വബൈനി വബൈനക 70,000 ഹിജാബ്. മഹാനായ മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, എന്നെക്കാളും മഹത്വമുള്ളവരാകാനുള്ള കാരണമെന്താ? അവർക്ക് ഈ പദവി കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്ത് അല്ലാഹു പറയുന്നു, മൂസാ, നീ എന്നോട് സംസാരിച്ചപ്പോ, ഞാനും നീയും പരസ്പരം സംസാരിച്ചപ്പോ നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ 70,000 മറയുണ്ടായിരുന്നു മൂസാ. എന്റെ സംസാരം നീ കേട്ടത് 70,000 മറകൾക്കപ്പുറത്തായിരുന്നു മൂസാ. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അവര് നോമ്പ് പിടിച്ചിട്ട് മുറിക്കുന്ന സമയമുണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്നിട്ട് 14 മണിക്കൂർ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണിയിരുന്നിട്ട് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം എടുത്തു വെച്ചിട്ട് എന്റെ മുന്നിലേക്ക് 2 കൈയുയർത്തിയിട്ട് ദുആ ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഏ മൂസാ,
നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്റെ അടിമകൾ എന്നോട് ദുആ ചെയ്യുമ്പോൾ, അവൻ എന്നോട് ദുആ ചെയ്യുമ്പോൾ അവരുടെയും എന്റെയും ഇടയിൽ ഒരു മറ പോലും ഉണ്ടാകില്ലെന്ന് നബിയുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരൽപ്പം ബാസ് കുറച്ച് ഒരു ചെറിയ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചപ്പോൾ 70,000 മറകളുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നോമ്പ് മുറിക്കുന്ന സമയത്ത് 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളുടെയും റബ്ബിന്റെയും ഇടയിലും ഒരു മറയില്ലെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബാ, റമളാൻ മാസത്തിൽ 2 സമയങ്ങളുണ്ട് സഹാബ, റമളാൻ മാസത്തിൽ 2 സമയങ്ങളുണ്ട് സഹാബ. ആ 2 സമയങ്ങളിൽ ആരല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ദുആ ചെയ്താ സ്വീകരിക്കുന്ന 2 സമയമുണ്ട്. ദുആ ചെയ്താ സ്വീകരിക്കുന്ന റമളാനിലെ 2 പ്രത്യേക സമയമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ 2 സമയമേതാ നബിയേ? ആ 2 സമയമേതാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നലില്ലാഹി ഇബാദൻ കുല്ലി ഫിത്ർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇൻദലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉത്തഖാഉ മിനന്നാർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് മുറിക്കുന്ന സമയമുണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് ആരല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് 1,00,000 പേരെ പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത്. മഗ്രിബിന്റെ ബാങ്കുണ്ടല്ലോ, പടച്ചവരെ പാഞ്ഞങ്ങാട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കാൻ പ്രതീക്ഷയോടുകൂടി ഭക്ഷണങ്ങൾ മുഴുവനും എടുത്തു വെച്ചിട്ട് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്തു. ആ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് 1,00,000 പേരെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത്. ആ സമയത്ത് ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താ അവനെ റബ്ബ് വെറുങ്കയോടെ മടക്കില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 13.5 മണിക്കൂർ നോമ്പ് പിടിച്ചിട്ട് അവസാനം നോമ്പ് മുറിക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ കൂടിയിരുന്നിട്ട് പല പല ചർച്ചകളാണ്. പള്ളിക്കകത്ത് നോമ്പ് മുറിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇരിക്കാ സമയമില്ല. അവർക്ക് രാവിലെ മുതൽ ജോലി തുടങ്ങിയതാണ്. പെങ്ങളെ, നോമ്പ് തുറിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് നിന്റെ ജോലി മുഴുവനും തീർത്തിട്ട് മോളെ പള്ളിക്കാട്ടില് പോകുമ്പോ രക്ഷപ്പെടണ്ടേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. പൊന്നുമോളെ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ്. പാഴാക്കല്ലേ, പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റമളാനിലെ 2ാമത്തെ സമയമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വബിൽ അസ്ഗാരിഹിം യസ്തഗ്ഫിറൂൻ. 2ാമത്തെ സമയം 1-ാം ആകാശത്തിൽ പടച്ചവൻ വന്നിരിക്കുകയാ. 1-ാം ആകാശത്തിൽ അല്ലാഹു വന്നിരുന്നിട്ട് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആരാ എന്നോട് ചോദിക്കുന്നത്? ആരാ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് ദുആ ചെയ്യുന്നവന് ഞാൻ മറുപടി തരാമെന്ന് പറഞ്ഞ് 1-ാം ആകാശത്തിൽ അല്ലാഹു വന്നിരിക്കുന്ന സമയമുണ്ട്. എപ്പോഴെന്നറിയുമോ? ഇടയത്താഴം കടിക്കാൻ എഴുന്നേക്കുമല്ലോ. 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം. അപ്പൊ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം സുബഹി നമസ്കാരത്തിന്റെ മുമ്പ് ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും അവനെ റബ്ബ് വെറും കൈയോടെ മടക്കില്ല. അവൻ ചോദിച്ച കാര്യം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയത്താഴം കഴിച്ചിട്ട്, ഇടയത്താഴം ഇവിടെ അതിന് വേറെന്തോ പേരില്ലേ പറയണേ, അത്താഴം. അപ്പൊ ഈ മുത്താഴം എന്ന് പറയത്തില്ല. അല്ല, എന്തായാലും കൊള്ളാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ മുത്താഴവും ഇടയത്താഴവും അവസാനത്തെ അത്താഴവും അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചിട്ട് ചിലരൊക്കെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് അല്ലാ ഇനിയും ഉണ്ടല്ലോ 1.25 മണിക്കൂർ ഇത്തിരി നേരം കിടക്കും, ഉറങ്ങിക്കളയും. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് പറയുന്നു, സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം ദുആ ചെയ്താൽ അള്ളാഹു ഒന്നാൻ ആകാശത്തിൽ വന്നിരുന്നിട്ട് ചോദിക്കുമത്രേ, ആരാ ചോദിക്കുന്നത്, ആരാ എന്നോട് ചോദിക്കുന്നത്, ഞാൻ തരാം. ആ സമയത്ത് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ദുആ ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,